വയനാട് മുപ്പൈനാട് പഞ്ചായത്ത് 25 വർഷത്തിന് ശേഷം ഇടതുപക്ഷത്തിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുകയാണ്. ജോഷില, അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം മുപ്പൈനാട് പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണത്തിലേക്ക് വരികയാണ്. എന്താണ് അവിടെ സംഭവിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ? തീർച്ചയായും മനു, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം 25 വർഷത്തിന് ശേഷമാണ് മുപ്പൈനാട് പഞ്ചായത്ത്. അതുവരെ വലതുപക്ഷം ഭരിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ ഒരു കുത്തകയായിരുന്നു മുപ്പൈനാട് പഞ്ചായത്ത്. അതിനൊരു ഭരണമാറ്റം വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ 9-8 സീറ്റുകളായിരുന്നു LDF UDF ഭരണം വന്നത്. എന്നാൽ അതിൽ നറുക്കെടുപ്പ് വന്ന സമയത്താണ് അതിൽ വലിയൊരു മാറ്റം വന്നത്. എന്നാൽ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിലൂടെ വീണ്ടും ഭരണം LDF തിരിച്ചു കിട്ടുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അല്പസമയത്തിനകം പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. CPIM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ വി കേശവനായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. എന്തായാലും മുപ്പൈനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭരണമാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ഈ കഴിഞ്ഞ 6 മാസത്തിൽ വലിയൊരു നിരാശയായിരുന്നു. ആ ഒരു നറുക്കെടുപ്പിൽ നഷ്ടപ്പെട്ടതോടുകൂടി വലിയൊരു നിരാശയായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായി സൈൻ ഒക്കെ തന്നെ റെഡിയായിരിക്കുന്നു. ഇപ്പോൾ ഭരണം LDF കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. 25 വർഷത്തിന് ശേഷമുള്ള ആ മാറ്റം. LDF കൺവീനർ കൂടിയായ ഹരിദാസ് ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താണ് പറയുന്നത്? ഇതൊരു ചരിത്ര നിമിഷമാണ്. തീർച്ചയായിട്ടും മുപ്പൈനാട് പഞ്ചായത്ത് വിഭജിച്ചതിന് ശേഷം ആദ്യമായിട്ട് പലപ്പോഴും ഒരൊറ്റ സീറ്റിൻ്റെ ബലത്തിൽ ഇവിടെ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വോട്ടിങ്ങിൻ്റെ ശതമാനം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ UDFും LDFും തമ്മിൽ നേരിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ഇത് ചരിത്രപരമായ വിജയമാണ്, പ്രവർത്തകര വിജയമാണ്. തീർച്ചയായിട്ടും ആ കൈപ്പഴ തിരുത്തിക്കൊണ്ട് ഇവിടുത്തെ ബോർഡ് ഇടതുപക്ഷത്തിൻ്റെതായി മാറിയിട്ടുണ്ട്. അതിന് ഈ വിജയം തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നല്ല നിലക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. മുഴുവൻ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെക്കും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. CPIM പ്രതിനിധികളാണ് 9 പേരും ജയിച്ചത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് മുപ്പൈനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും വലിയൊരു മാറ്റത്തിലേക്ക് പോവുകയാണ് പഞ്ചായത്ത് ഭരണം. ഇത്രയും കാലം ഭരിച്ച UDF ഒരു ഭരണം, ആ ഒരു ഭരണത്തിൽ മനമടുത്ത് ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്യുകയായിരുന്നു. എന്തായാലും 9 സീറ്റിലേക്ക്, നേരത്തെ 1, 2, 3 പിന്നീട് 5 സീറ്റുകൾ മാത്രം കിട്ടിയിരുന്ന LDF ഇത്തവണ കിട്ടിയത് 9 സീറ്റുകളായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഭരണമാറ്റത്തിലേക്ക് തന്നെയാണ് LDF ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, മുപ്പൈനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ ഒക്കെ നടക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഭരണമാറ്റം വന്നപ്പോൾ ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ ആകെ വലിയൊരു മാറ്റത്തിലേക്ക് കുതിച്ചു ചാടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഭാവിയിലുണ്ടാവും. എന്തായാലും ജനങ്ങളും വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് കിട്ടാൻ 6 മാസം കാത്തിരുന്ന് ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള സമയമാണ്. പറയാൻ കാത്തു നിൽക്കേണ്ട ആളുകളാണ് എല്ലാവരും അത്രയേറെ സന്തോഷത്തിലാണുള്ളത്. എന്തായാലും അല്പസമയത്തിന് ഔദ്യോഗികമായ പ്രഖ്യാപനം നടക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും.